എല്ലാവർക്കും നമസ്കാരം. ജിദാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വറുത്തരച്ച കടലക്കറി ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ സ്വാദായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണിത്. അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വരൂ. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞത്, വലുതാണെങ്കിൽ വലിപ്പമുള്ള സവാള ആണെങ്കിൽ 1 എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ ആണെങ്കിൽ 2 സവാള എടുക്കുക. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാളയിലും തക്കാളിയിലൊക്കെ ഉള്ളൊരു ആ വെള്ളം ഒന്ന് വഴറ്റി എടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. നല്ല പോലെ വഴറ്റണമെന്നില്ല. ഒന്ന് വഴറ്റി വരണ വരെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കടല അതിലിട്ട് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ വഴറ്റി വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കടല, നല്ല ചെറിയ റെഡ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതൊരു 1.5 കപ്പ് കടലയാണ് എടുത്ത് കുതിർത്തത്. അത് നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല കുതിർത്തിയത് കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുന്ന നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട. കടലയുടെ ഒപ്പം തന്നെ സമം തന്നെ വെള്ളം നിന്നാൽ മതി. ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള കടലയായതുകൊണ്ട് എൻ്റെ ഈ കുക്കറിൽ ഒരു 5 വിസിലെങ്കിലും വേണം ഈ കടല നല്ല പോലെ വേവാനായിട്ട്. ഒരു 5-6 വിസിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. അപ്പോൾ കടല ആവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള വറവ് ശരിയാക്കാം. അതിനായിട്ട് നാളികേരം വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ, 1/2 മുറി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 ചെറിയ വെളുത്തുള്ളി, 7-8 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങിയാൽ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 6 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഴുവൻ മല്ലിയാണ് ഞാൻ ഇടുന്നത്. മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6-5 വറ്റൽമുളക്, ചെറുതാണെങ്കിൽ 5 ഇട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബ്രൗൺ കളറ് ആവുന്ന വരെ വറുക്കണം. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു മണവും ഇതൊക്കെ ഒരു നാടൻ വറുത്തരച്ച കറിയുടെ ഒരു മണമൊക്കെ കിട്ടുന്നത് പെരിഞ്ജീരകമാണ്. വലിയ ജീരകം ഒരു 1.5 സ്പൂണായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോവും. ആദ്യം തന്നെ നമ്മൾ പെരിഞ്ജീരകം ഇതൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒന്ന് പകുതി വറവായതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. പെരിഞ്ജീരകം ആയാലും പിന്നെ കറിവേപ്പില ആയാലും ഒരു അവസാനം കണ്ട് ചേർക്കുക. കറിവേപ്പില ആയാലും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടുതലിട്ട് കൊടുക്കണം. കറിവേപ്പിലയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ നാളികേരം നല്ല റെഡ് കളറിൽ നല്ല ഡാർക്കായിട്ട് പൊരിഞ്ഞ് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അധികം വറവ് കൂടണ്ട, ഈ വറവിലാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഒരു 6 വിസിൽ അടിക്കേണ്ടി വന്നു കേട്ടോ. കടല നല്ല പോലെ ആവാനായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കടല നല്ല പോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വഴറ്റിയ സവാളയും തക്കാളിയും എല്ലാം അതിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. വറുത്ത് വെച്ചിട്ടുള്ള ഈ നാളികേരം നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ഈ നാളികേരത്തിലേക്ക് ഈ കടലയിൽ നിന്നും ഒരു തവി കടല ഈ അരപ്പിലേക്ക്, ഈ അരയ്ക്കാൻ പോകുന്ന ഈ നാളികേരത്തിലേക്ക് ചേർക്കുക. ഒരു തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരം വറുത്തതും ഒരു തവി കടലയും കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നാളികേരവും കടലയും എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഈ അരപ്പ് നമുക്ക് വേവിച്ച് വെച്ച ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തന്നെ തിക്ക് ഗ്രേവിയായി. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തിള വരുന്ന പാകം നോക്കുക. ആ തിള വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ തിക്ക് ആവശ്യത്തിന് നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തിളപ്പിച്ചൊന്ന് നല്ല കട്ടിയാക്കി എടുക്കാം. നമുക്കൊരു തിള വന്നാൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി കാച്ചി ഒഴിക്കാം. ഇതിൽ നാളികേര കൊത്തുകൂടി നമ്മൾ വറുത്തിടും. അത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇത് ഓപ്ഷനിലാണ്. കടലക്കറി നല്ലപോലെ വീണ്ടും തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി കാച്ചി ഒഴിക്കാം. അതിനായിട്ട് ചെറിയൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് ആയി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒരു മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറ് ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളി കാച്ചിയത് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല അടുക്കളയും പരിസരമൊക്കെ ഫുള്ള് സ്മെല്ലാണ്. നല്ല വെള്ളം വരികയാണ് എന്ന് എല്ലാവരും പറയും. കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവിയാണ്, തിക്കില്ല. അതിനാണ് ആ നാളികേരം അരയ്ക്കുന്നതിൻ്റെ കൂടെ കടലയും കൂടി അരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, തിക്കുമായി. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല മണാട്ടോ, ഒരു രക്ഷയില്ല. നല്ല സ്മെല്ലുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒറ്റകൂടി ടേസ്റ്റാണ്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ എല്ലാത്തിൻ്റെ കൂടി കഴിക്കാം. നമുക്കൊരു മടുപ്പ് വരില്ല. നല്ല പോലെ ഭക്ഷണം കഴിക്കും. ചോറൊക്കെ ആണെങ്കിൽ നല്ല പോലെ ഈ ഒരു കടലക്കറി നല്ല അച്ചാറും പപ്പടമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചോറുന്നു. അപ്പോൾ ആരും മിസ്സാക്കണ്ട, ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ അറിയാത്തവർ, ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത രീതി ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.